എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ത്രീകളുടെ ബ്രായെക്കുറിച്ച് പുരുഷന്മാർക്ക് ചില രഹസ്യ സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. അവയെക്കുറിച്ചാണ് നിങ്ങൾക്കായി ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ വസ്ത്രധാരണത്തിൽ ഒഴിവാക്കാനാകാത്ത ഒന്നാണ് ബ്രാ. പലപ്പോഴും അതൊരു ശീലത്തിന്റെ ഭാഗമാണെന്ന് പറയാം. അറിഞ്ഞോ അറിയാതെയോ പരിചയിച്ചും പഴകിയും പോയ ഒരു ശീലം. സ്തനങ്ങളുടെ ആകൃതി കാത്തു സൂക്ഷിക്കാനാണ് ബ്രാ ധരിക്കുന്നത് എന്നാണ് പൊതുവേയുള്ള ഒരു അവകാശവാദം. എന്നാൽ സൗന്ദര്യ സംരക്ഷിക്കാനായി സ്ത്രീകളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട സ്വതന്ത്രമാണ് ബ്രാ എന്നാണ് പല സ്ത്രീകളും പറയാറുള്ളത്. എന്തായാലും പുരുഷന്മാർക്കും സ്ത്രീകളുടെ ബ്രായുടെ കാര്യത്തിൽ നിരവധി സംശയങ്ങളാണ് ഉള്ളത്. അവരുടെ ഉള്ളിൽ പൊതുവെ ഉയരുന്ന സംശയങ്ങൾ. അതിലൊന്നാമത്, ബ്രാ ശരിക്കും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ട് തിരഞ്ഞെടുത്തതാണോ എന്ന്. അതെ, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പുരുഷന്റെ ഉള്ളിൽ ആദ്യം ഉയരുന്നത്. ബ്രാ ധരിക്കേണ്ട ആവശ്യം നിർബന്ധമാണോ? സ്തന സംരക്ഷണവും സൗന്ദര്യവും ആഗ്രഹിക്കുന്നവർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ബ്രാ എന്ന് മനസ്സിലാക്കുക. സ്തനത്തിന്റെ ആകൃതി നിലനിൽക്കാൻ തന്നെ ബ്രാ അത്യാവശ്യമാണ്. രണ്ടാമത്തെ സംശയം, എത്ര തരത്തിലുള്ള ബ്രാ ഉണ്ട് എന്ന്. അതെ, ഓഫ് ഷോൾഡർ വസ്ത്രങ്ങൾക്കായുള്ള സ്ട്രാപ്ലെസ് ബ്രാ ഒന്ന്. രണ്ടാമതായി, വലിയ സ്തനങ്ങൾ തോന്നിപ്പിക്കാനുള്ള പാഡഡ് ബ്രാ. മൂന്നാമതായി, ക്ലിവേജ് കാണുന്ന തരത്തിലുള്ള പുഷപ്പ് ബ്രാ. നാലാമതായി, സ്പോർട്സ് ബ്രാ. ഇനി മൂന്നാമത്തെ സംശയം, എന്തുകൊണ്ടാണ് ബ്രാക്ക് എല്ലാം ഇളം തവിട്ട് നിറമെന്ന്. ബ്രൗൺ നിറം ചർമ്മവുമായി യോജിക്കുന്നതിനാൽ ഏത് വസ്ത്രം ധരിച്ചാലും ബ്രാ ഇണങ്ങും. അതുകൊണ്ട്. നാലാമതായി, എന്തുകൊണ്ടാണ് ഇവക്ക് വില കൂടുതൽ? ഏറ്റവും ഡിമാൻഡുള്ള വസ്തു ആയതിനാൽ തന്നെയാണ് കേട്ടോ. ഡിമാൻഡ് ഉള്ള വസ്തുവായതുകൊണ്ട് തന്നെയാണ് വില കൂടുതലും എന്ന് മനസ്സിലാക്കുക. അഞ്ചാമത്തെ സംശയം, മുന്നിൽ നിന്ന് തുറക്കാവുന്ന ബ്രാകൾ ഉണ്ടോ എന്ന്. ബ്രായിൽ വരുത്തുന്ന ഡിസൈനുകളും മാറ്റവും പ്രവചനാതീതമാണ്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലുള്ള ബ്രായും ലഭിക്കും. അടുത്ത സംശയം, ലക്കി ബ്രാ എന്നിങ്ങനെയുണ്ടോ എന്ന്. അതെ, ഏതെങ്കിലും സ്പെഷ്യൽ ബ്രാ സ്പെഷ്യൽ സമയങ്ങളിൽ അണിയാൻ മാറ്റിവെക്കുന്നവരുണ്ടാകും. അതിന് ലക്കി ബ്രാ എന്ന് പറയും. അടുത്ത സംശയം, ബ്രാ മാത്രം അണിഞ്ഞ് സഞ്ചരിക്കുമ്പോൾ എന്താണ് തോന്നുക എന്ന്. ഉത്തരം സിമ്പിൾ, വളരെ മനോഹരിയായി അനുഭവപ്പെടും. അടുത്ത സംശയം, പങ്കാളി ഒരു കൈ കൊണ്ട് ഹൂക്ക് വേർപ്പെടുത്തുമ്പോൾ അനുഭൂതി തോന്നാറുണ്ടോ എന്ന്. നാം സിനിമകളിലും മറ്റും കാമലോലുപയായ സ്ത്രീകളെ കണ്ടെന്നിരിക്കാം. എന്നാൽ റിയൽ ലൈഫിൽ അത് എല്ലായ്പ്പോഴും ലൈംഗികാനുഭൂതി ഉണ്ടാകണമെന്നൊന്നും ഇല്ല കേട്ടോ. അടുത്ത സംശയം, ബ്രായുടെ സൈസ് നിങ്ങൾ അറിയുന്നത് എങ്ങനെയെന്ന്. ബ്രായുടെ അളവും കപ്പ് സൈസും സ്വയം കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇഞ്ച് അടയാളപ്പെടുത്തിയ ടേപ്പ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. ഇങ്ങനെയൊക്കെ അളവെടുത്താലും പല കമ്പനികളും നിർമ്മിക്കുന്ന ബ്രാ പല സൈസിൽ കാണപ്പെടാറുണ്ട്. അനേകം ഘടകങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതിനാൽ ബ്രാക്ക് സങ്കീർണ ഘടനയുള്ളതാണ്. സൈസ് എന്ന ഏകക്ഷരം കൊണ്ടാണ് ബ്രായുടെ വലിപ്പം പ്രസ്താവിക്കുന്നത്. വിവിധ വലിപ്പത്തിലും ഗുണനിലവാരത്തിലുമുള്ള ബ്രേസിയേഴ്സ് ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അടുത്തതായി, ബ്രാ വൈകുന്നേരങ്ങളിൽ ഉപേക്ഷിക്കുമ്പോൾ ആശ്വാസം തോന്നാറുണ്ടോ എന്ന്. ഇതിനുത്തരവും സിമ്പിൾ തന്നെ. ജയിലിൽ നിന്ന് പുറത്തു കിടന്ന അനുഭവമായിരിക്കും മിക്ക സ്ത്രീകൾക്കും. അടുത്ത സംശയം, ബ്രാ ധരിക്കുന്നത് കംഫർട്ടബിൾ ആണോ എന്ന്. ഏറ്റവും കംഫർട്ടബിൾ ആയ തുണിത്തരം കൊണ്ടുള്ളതും കൃത്യമായ അളവിലുള്ളതുമായ ബ്രാകൾ
മാത്രം ധരിക്കാൻ ശ്രദ്ധിക്കുന്നവർക്ക് പ്രശ്നങ്ങളും കുറവായിരിക്കും. അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.